റോഡുകളുടെ മേൽപ്പാലം വേണം, ഇവിടെ വെള്ളവും വെളിച്ചവും വേണം. പറയാൻ തോന്നിയിട്ടില്ലല്ലോ. പരപ്പനങ്ങാടി ഫിഷിംഗ് ഹാർബറിന്റെ കാലത്ത് നിന്നുള്ള സമീപനം എന്താണ്? ഈ പഞ്ചായത്തടക്കം രൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടുന്ന പ്രദേശങ്ങളിൽ ഈ പരിഹാര മാർഗമായി നിങ്ങൾക്ക് എന്താണ് നിർദ്ദേശിക്കാനുള്ളത്? നിങ്ങൾ എന്ത് നടപടിയാണ് സ്വീകരിച്ചത്? മാലിന്യ പ്രശ്നങ്ങൾക്ക് എന്ത് പരിഹാരമാണ് കാണാനുള്ളത്? ഈ ചെമ്മാട്ടങ്ങാടി പോയ വെയിൽ കൊള്ളാതെ, മഞ്ഞ് കൊള്ളാതെ, മഴ കൊള്ളാതെ ബസ് കാത്തു നിൽക്കാൻ ഒരു ഷെൽട്ടറെങ്കിലും കഴിഞ്ഞ കാലത്ത് ഉണ്ടാക്കാൻ ഇവിടുത്തെ MLA-മാർക്ക് കഴിഞ്ഞോ? ജനപ്രതിനിധികൾക്ക് കഴിഞ്ഞോ? പാവപ്പെട്ടവൻ പൊരുവയിലത്ത് ബസ് കാത്തു നിൽക്കുമ്പോ അവന്റെ നെറ്റിത്തടത്തിലൂടെ വിയർപ്പ് കണങ്ങൾ ചാലിട്ടൊഴുകുന്നതിന്റെ പ്രയാസം അറിയുന്നവൻ മണ്ഡലത്തെ പ്രതിനിധീകരിക്കണം. അപ്പോഴേ ഈ പറഞ്ഞതൊക്കെ ഉണ്ടാവുള്ളൂ. തിരുവനങ്ങാടി താലൂക്ക് ആശുപത്രി ഒരു ബ്ലഡ് ബാങ്ക് തുടങ്ങാൻ ഒന്ന് നവീകരിക്കാൻ ശ്രമിച്ചു നോക്കിയിട്ടില്ലല്ലോ ഇക്കാലം അത്രയായിട്ടും. പരപ്പനങ്ങാടി വോട്ട് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോ ഈ വിനീതൻ ഒരു ലീഗിന്റെ സുഹൃത്ത് മെല്ലെ ഒരു ബിൽഡിങ്ങിന്റെ ബാഗിൽ മാറ്റി നിർത്തിയിട്ട് ചോദിച്ചു, ഇങ്ങനെ പൊരുവയിലത്ത് വെയിൽ കൊള്ളണോ? കൊണ്ടോട്ടിന് വരില്ലേ? ഈ തിരുവനങ്ങാടി വന്നത് വല്ലതിനും പറ്റുമോ? ഞാൻ വളരെ സൗമ്യനായി അയാളോട് പറഞ്ഞു, പരപ്പനങ്ങാടി നിന്ന് മഞ്ചേരിക്കുള്ള അത്ര ദൂരം എന്തായാലും കൊണ്ടോട്ടിയിൽ നിന്ന് തിരുവനങ്ങാടിക്കില്ല. കാരണം പരപ്പനങ്ങാടി നിന്ന് മഞ്ചേരിക്കുള്ള പോയത് കൊണ്ടോട്ടിൽ നിന്ന് തിരുവനങ്ങാടിക്ക് അത്ര ദൂരം വരില്ല. പിന്നെ ഞാൻ ആരോടും ഇവിടെ ഞാൻ 25,000-നോ 35,000-നോ ജയിക്കുമെന്ന് ഈ വിനീതൻ ആരോടും അഹങ്കാരവും ധിക്കാരവും പറഞ്ഞിട്ടില്ല. പണ്ട് അംസാക്ക മഞ്ചേരി മണ്ഡലത്തിൽ വോട്ട് ചോദിച്ചപ്പോൾ പറഞ്ഞതുപോലെ ഈ കൈമ്പാറപ്പുറത്ത് ഈ വിനീതന് കിണർ കുത്തി നോക്കുകയാണ്. അള്ളാന്റെ കുതിരത്തുകൊണ്ട് ഇതിന് വെള്ളം കണ്ടാൽ ഇത് കാലാകാലം നിലനിൽക്കും. ഇപ്പൊ കുത്തി കുത്തി വന്നു നോക്കുമ്പോ ഇബ്രാഹിം കുട്ടി സഖാവൊക്കെ പറയുന്നത് മുകളിലുള്ള ആ ഉറപ്പ് അടിയിക്കില്ല. അടിയെ കുറച്ച് നല്ല നനഞ്ഞ മണ്ണും വെട്ടുപാറയൊക്കെ ഉണ്ട്. ചിലപ്പോ 13-ാം തീയതി കിണറിൽ കുറച്ച് വെള്ളം കാണും. വന്നാൽ ഈ വിനീതൻ വീണ്ടും നിങ്ങളുടെ മുമ്പിൽ വരും. എന്തെങ്കിലും ഒരു മാന്യമായ സമീപനം വേണ്ടേ? ഒന്നുകിൽ രാഷ്ട്രീയം കൊണ്ട് നമ്മളെ നേരിടാൻ പറ്റണം, അല്ലെങ്കിൽ വികസനം കൊണ്ട് നേരിടാൻ വേണ്ടി പറ്റണം. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് നമുക്ക് വ്യക്തിപരമായി യാതൊരു വൈരാഗ്യവുമില്ല. ഒരു കാലഘട്ടത്തിൽ ചരിത്ര ദൗത്യം നിർവഹിച്ച പാർട്ടിയാണ്. CD സാഹിബിന്റെ പാർട്ടിയാണ്, CS-ന്റെ പാർട്ടിയാണ്, ചാത്തീരി സാഹിബിന്റെ പാർട്ടിയാണ്, ഉത്തി സാഹിബിന്റെ പാർട്ടിയാണ്, പാണക്കാട് PMC പൂക്കോളിത്തങ്ങളുടെ പാർട്ടിയാണ്, മഹാനായ കായികരംഗത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിന്റെ പാർട്ടിയാണ്. ഈ സമുദായത്തിന്റെ അവകാശങ്ങളെയും അധികാരങ്ങളെയും ഏത് ഭരണാധികാര വർഗത്തിന്റെ മുമ്പിൽ പോയി നിന്നും ചോദിച്ചു വാങ്ങിക്കൊണ്ടുവരുന്നതിന് ചങ്കൂറ്റവും ചങ്കുറപ്പും ഉണ്ടായിരുന്ന മഹാരഥന്മാരായ നേതാക്കന്മാര് നേതൃത്വം കൊടുത്ത പാർട്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത്. ലീഗ് ചത്ത കുതിരയാണെന്ന് ഇന്ത്യൻ പാർലമെന്റിൽ വെച്ച് പ്രസ്താവിച്ചപ്പോ ബഹുമാനപ്പെട്ട പണ്ഡിറ്റ് താങ്കൾക്ക് തെറ്റിയിരിക്കുന്നു, ലീഗ് ഉറങ്ങിക്കിടക്കുന്ന സിംഹമാണെന്ന് സാക്ഷാൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ മുഖത്ത് നോക്കി പറയാൻ ധൈര്യം കാണിച്ച മഹാനായ CS മുഹമ്മദ് കോയ സാഹിബിന്റെ മുസ്ലിം ലീഗിന്റെ കേരള സംസ്ഥാനത്തിന്റെ ജനറൽ സെക്രട്ടറിക്കെതിരായി വർത്തമാനകാല കേരള രാഷ്ട്രീയത്തിൽ ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങളെ കുറിച്ച് ഈ വിനീതൻ ഈ സഹോദരിമാരുടെ മുമ്പിൽ വെച്ച് ചർച്ച നടത്താൻ പറ്റൂ? ധാർമ്മികപരമായ രാഷ്ട്രീയം ഈ കേരളത്തിൽ ഉയർത്തിപ്പിടിക്കാൻ ലീഗിന് പറ്റൂ? നമ്മൾ ആരുമല്ലല്ലോ പറഞ്ഞത്. സഹോദരിയുടെ ഭർത്താവ്, ഭാര്യയുടെ സഹോദരിയുടെ ഭർത്താവല്ലേ? ഒപ്പം കിടക്കുന്നവനല്ലേ രാപ്പനി അറിയുള്ളൂ. എത്രത്തോളം പറഞ്ഞു? പാണക്കാട് വടപ്പനക്കൽ തറവാട്ടിലെ സമാദരണീയനായ നേതാവ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ ഡ്രൈവർക്ക് മാസപ്പടി കൊടുത്ത് കൊടപ്പനക്കൽ തറവാട്ടിലെ രാഷ്ട്രീയ രഹസ്യം പോലും ചോർത്തി എടുത്തിരുന്നു എന്ന് പറയുമ്പോ എത്ര വൃത്തികെട്ട രാഷ്ട്രീയമാണ് ഇവരൊക്കെ മുന്നോട്ട് വെക്കുന്നത്. ഞാൻ ഒരുപാട് നെട്ടിപ്പറത്തിയൊന്നും രാഷ്ട്രീയം പറയുന്നില്ല. സ്ഥാനാർത്ഥിയായതുകൊണ്ട് പരിധികളും പരിമിതികളും നിങ്ങളോട് സംസാരിക്കുന്നതിലുണ്ട്. ഒരുപാട് വലിയ വാഗ്ദാനങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നില്ല. ഒരേ ഒരു കാര്യം മാത്രമേ ഈ നാടിന്റെ മുമ്പിൽ വാഗ്ദാനമായി വിനീതന് പറയാനുള്ളൂ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ചിഹ്നത്തിൽ വോട്ട് രേഖപ്പെടുത്തി എന്നെ ഈ മണ്ഡലത്തിന്റെ പ്രതിനിധിയായി തിരഞ്ഞെടുത്താൽ സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടങ്ങളുടെ ചരിത്രമുറങ്ങുന്ന തിരുവനങ്ങാടിയുടെ മണൽത്തരികളെ സാക്ഷി നിർത്തി വിനീതൻ പറയുന്നു, അടിയാളൻ തമ്പ്രാന്റെ മുമ്പിൽ കാത്തു നിൽക്കുന്നത് പോലെ മണിക്കൂറുകളോളം ഇവിടുത്തെ MLA-യുടെ വീട്ടുവരാന്തയിൽ കാത്തു നിൽക്കേണ്ട ഒരു സ്ഥിതിവിശേഷം ഈ മണ്ഡലത്തിലെ ജനവിഭാഗങ്ങൾക്ക് ഉണ്ടാവില്ല. ഏത് പാതിരാവിലും നിങ്ങൾ വന്ന് വിളിച്ചാലും നിങ്ങളുടെ കൂടെ ഇറങ്ങി വന്ന് ഈ മണ്ഡലത്തിന്റെ വിധാന പതനങ്ങളും സ്പന്ദനങ്ങളും ഏറ്റുവാങ്ങി ഈ മണ്ഡലത്തിന്റെ വികസന സ്വപ്നങ്ങൾക്ക് സാക്ഷാത്കാരം ഉണ്ടാക്കുന്നതിന് പടച്ചുറപ്പ് ആയുസ്സും ആരോഗ്യവും നേടിത്തന്നാൽ 5 കൊല്ലക്കാലം പൂർത്തീകരിച്ച് ഈ മണ്ഡലത്തിൽ ഉണ്ടാകുമെന്നല്ലാതെ ഒരൊറപ്പും എനിക്ക് ഈ നാടിന്റെ മുമ്പിൽ വെക്കാനില്ല. ഈ വിനീതൻ ആദ്യമായി നിങ്ങളുടെ നാടിന്റെ മുമ്പിൽ നിർത്തുന്ന കയ്യാണ് ഈ കൈ. എന്റെ ജ്യേഷ്ഠാനുജന്മാര്, എന്റെ സുഹൃത്തുക്കൾ, എന്റെ പ്രിയപ്പെട്ടവർ, എന്റെ സഹോദരിമാർ ഈ കൈ തട്ടില്ലെന്ന വിശ്വാസത്തോടെ ഞാൻ അവസാനിപ്പിക്കുന്നു.
മതി.